നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. കൊച്ചി കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ നാടകീയ രംഗങ്ങൾ. ഫോർട്ട് കൊച്ചി ബോട്ട് ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ കൗൺസിലർമാർ മേയറെയും ഭരണപക്ഷ കൗൺസിലർമാരെയും തടഞ്ഞു വെച്ചിരിക്കുന്നു. കോർപ്പറേഷൻ ഓഫീസിനകത്തും പുറത്തും LDF പ്രവർത്തകരുടെ ഉപരോധ സമരവും നടക്കുകയാണ്. ഈ വിഷയമാണ് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. മേയർ ടോണി ചമ്മണി നഗരസഭാ കൗൺസിലിനകത്ത് നിന്ന്, ഒപ്പം തന്നെ പ്രതിപക്ഷ കൗൺസിലർ മനോജും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ മനോജ്, നിങ്ങൾ മേയറെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ജുഡീഷ്യൽ അന്വേഷണ കാര്യത്തിൽ തീരുമാനമുണ്ടാകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് നഗരസഭ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. നഗരസഭ ഭരണപക്ഷത്തിന് അക്കാര്യത്തിൽ എതിരഭിപ്രായമൊന്നുമില്ല. തീരുമാനമെടുക്കേണ്ടത് ഇനി സർക്കാരാണ്. പിന്നെ എന്തിനാണ് നിങ്ങൾ നഗരസഭയ്ക്കകത്ത് ഇത്തരമൊരു നാടക സമരത്തിന് ചുക്കാൻ പിടിക്കുന്നത്? 11 പേരുടെ മനുഷ്യജീവൻ കവർന്നെടുത്ത ഫോർട്ട് കൊച്ചി ബോട്ട് ദുരന്തത്തെ സംബന്ധിച്ച് കോർപ്പറേഷൻ കൗൺസിൽ പ്രമേയം പാസാക്കി ജുഡീഷ്യൽ അന്വേഷണത്തിന് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ ഇതുവരെ ജുഡീഷ്യൽ അന്വേഷണത്തിന് സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല. ആ തീരുമാനമെടുക്കാത്തത് മുഖ്യമന്ത്രിയുടെ ഗ്രൂപ്പുകാരനായിട്ടുള്ള മേയറെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ തീരുമാനമെടുക്കാത്തത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾ മേയറെ തടഞ്ഞു വെച്ചിരിക്കുന്നതല്ല. എന്തുകൊണ്ടാണ് മേയർ ഉൾപ്പെടെ ഏകകണ്ഠമായി പാസാക്കിയ ജുഡീഷ്യൽ അന്വേഷണം എന്ന ആവശ്യത്തിലെ മുഖ്യമന്ത്രിയെ സമ്മർദ്ദം ചെലുത്തി എന്തുകൊണ്ടാണ് ഈ ആവശ്യം അംഗീകരിപ്പിക്കാത്തത്? അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നേ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട 11 പേരുടെ ജീവൻ കവർന്നെടുത്ത വിഷയത്തെക്കുറിച്ച് വ്യക്തമായ മറുപടി ലഭിക്കുന്നത് വരെ ഞങ്ങൾ അതിശക്തമായിട്ടുള്ള സമരത്തിന് നേതൃത്വം കൊടുക്കണമെന്നാണ്. അതാണ് താങ്കളുടെ വിശദീകരണം. മേയർ ടോണി ചമ്മണി, മേയർ ഇക്കാര്യത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് നിങ്ങൾ തീരുമാനമെടുത്തിട്ടുള്ളതാണ്, നിങ്ങളുടെ നയവും അതുതന്നെയാണ്. പക്ഷേ നമുക്കറിയാം, ഈ ബോട്ട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഈ കൊച്ചി നഗരസഭയ്ക്ക് സാങ്കേതികമായ ഒട്ടനവധി വീഴ്ചകൾ വന്നു പോയിട്ടുണ്ട് എന്ന വിമർശനമുണ്ട്. അന്വേഷണം അവസാനം എവിടെ എത്തുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നു എന്ന് പറയുന്നു പ്രതിപക്ഷം. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കിയെങ്കിലും, അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചുവെങ്കിലും അത് സർക്കാരിനെ കൊണ്ട് തീരുമാനമാക്കുന്നതിൽ നിങ്ങൾ ഒത്തുകളിക്കുകയാണ്. കാരണം ഈ അന്വേഷണം നടന്നാൽ അപകടമുണ്ടാക്കുന്നത് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും എന്നതുകൊണ്ട്. ഈ പറഞ്ഞ പ്രചരണം ശരിയല്ല. ബോട്ട് അപകടവുമായി ബന്ധപ്പെട്ട് യാതൊന്നും ഒളിക്കാനില്ല. ബോട്ടുമായി ബന്ധപ്പെട്ട് കൗൺസിൽ ഒറ്റക്കെട്ടായിട്ടാണ് 2015 ജനുവരിയിൽ അത്തരമൊരു തീരുമാനം എടുത്തത്. കൗൺസിൽ യുനാനിമസ് ആയിട്ടാണ് അത് അംഗീകരിച്ചിട്ടുള്ളത്. ബന്ധപ്പെട്ട കോമ്പറ്റന്റ് ഏജൻസികളായ കേരള പോർട്സിൻ്റെയും കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൻ്റെയും അനുമതിയോടുകൂടിയാണ് സർവീസ് നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഏത് അന്വേഷണത്തിനും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ട് ADGP പത്മകുമാറിനെ അന്വേഷണ കമ്മീഷനായി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട്. ജുഡീഷ്യൽ അന്വേഷണം പ്രതിപക്ഷം ആശയം മുന്നോട്ട് വെച്ചപ്പോൾ ഞങ്ങൾ യോജിച്ചത് യഥാർത്ഥത്തിൽ ഒരു തെറ്റിദ്ധാരണ പരത്താതിരിക്കാൻ വേണ്ടിയാണ്. ഇക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് സമ്മർദ്ദത്തിലൂടെ ഒരു തീരുമാനത്തിലേക്ക് വേഗം എത്തിക്കാൻ കഴിയാത്തത്? കാരണം അവിടെ ഈ കാര്യത്തിൽ നഗരസഭയ്ക്ക് വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട്. ന്യൂനപക്ഷ കമ്മീഷൻ പോലും ചൂണ്ടിക്കാണിക്കുന്നത് നഗരസഭ ഇക്കാര്യത്തിൽ സാങ്കേതികമായ ഒട്ടനവധി വീഴ്ചകൾ വരുത്തിയിട്ടുണ്ട് എന്നാണ്. പ്രതിപക്ഷം ഇതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമായി എടുത്ത് നിരന്തരമായി സമരത്തിലുമാണ്. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യം ന്യായമാണെന്ന് തോന്നുന്നുകൊണ്ട് നിങ്ങളും അതിനോട് യോജിക്കുന്നു. എന്തുകൊണ്ടാണ് ഭരണപക്ഷത്തോട് ഇത്ര അടുപ്പമുണ്ടായിരുന്ന ഒരു കൗൺസിലാണല്ലോ ഇവിടെയുള്ളത് കൊച്ചിയിൽ, നിങ്ങൾക്ക് സമ്മർദ്ദം ചെലുത്തി എന്തുകൊണ്ട് വേഗം ഇക്കാര്യത്തിൽ സർക്കാരിനെ കൊണ്ട് തീരുമാനമെടുപ്പിക്കാൻ കഴിയുന്നില്ല എന്നാണ്? വേണ്ട സമ്മർദ്ദം എന്തുകൊണ്ട് ആത്മാർത്ഥമായി ചെലുത്തുന്നില്ല? യഥാർത്ഥത്തിൽ അത് ഗവൺമെൻറ്റാണ് പറയേണ്ടതായിട്ടുള്ളത്. കാരണം ഗവൺമെൻറ് ഒരു ADGPയെ കൊണ്ടൊരു അന്വേഷണം നടത്തുമ്പോൾ ആ അന്വേഷണത്തിന് വേണ്ടി ഒരുപക്ഷെ ഗവൺമെൻറ് കാത്തു നിൽക്കുന്നതായിരിക്കാമെന്ന് ഞാൻ കരുതുകയാണ്. യഥാർത്ഥത്തിൽ ഇന്ന് സംഭവിച്ചത് ഈ നഗരത്തിൻ്റെ വികസന ചരിത്രത്തിൽ നാഴികക്കല്ലാവുന്ന ഒരു ബൃഹത്തായ പദ്ധതിയെക്കുറിച്ച് ആലോചിക്കാൻ ചേർന്നൊരു കൗൺസിൽ യോഗമാണ് ദൗർഭാഗ്യവശാൽ ഇത്തരത്തിൽ സംഘർഷത്തിൽ പിരിഞ്ഞത്. 100 സ്മാർട്ട് സിറ്റി നഗരങ്ങളിൽ കൊച്ചിക്ക് ഇടം കിട്ടിയപ്പോൾ എൻ്റെ ആദ്യ വർഷത്തിൽ വരേണ്ട 20 നഗരങ്ങൾ അതിൻ്റെ വികസന പദ്ധതികൾ രൂപീകരിക്കേണ്ട കൗൺസിലാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഇത്തരമൊരു കലാപകലുഷിതമായി മാറിയത്. യഥാർത്ഥത്തിൽ അത് ഈ നഗരത്തിൻ്റെ വികസന ഭാവി പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുന്നതാണ്. ഒരിക്കലും ഇത്തരമൊരു കൗൺസിലായിരിക്കരുതായിരുന്നു ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കേണ്ട സമരവേദി എന്നാണ് ഇക്കാര്യത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ശ്രീ മനോജ്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ?
ഈ കൗൺസിൽ യോഗത്തിലാണോ ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ച് ഇങ്ങനെ ബഹളം ഉണ്ടാക്കേണ്ടത്? നഗരസഭ ഓൾറെഡി ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുള്ളതാണ്. സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത്. സർക്കാരിൻ്റെ വിവേചനാധികാരമാണ് അക്കാര്യത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ഇക്കാര്യത്തിൽ അനുവദിക്കണമോ വേണ്ടയോ എന്ന്. ഓൾറെഡി ഒരു അന്വേഷണം അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് വരാനുമുണ്ട്. അപ്പോൾ നഗരസഭ മേയർക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരിമിതി നിങ്ങൾക്കറിയാമല്ലോ. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് സാങ്കേതികമായി ഏതറ്റം വരെ അദ്ദേഹത്തിന് പോകാൻ കഴിയുമെന്ന്. പിന്നെയും ഇതേ ആവശ്യം പറഞ്ഞ് ഇങ്ങനെ സമരമുണ്ടാക്കി വളരെ പ്രധാനപ്പെട്ട വികസന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ നിന്ന് സഭയെ ഒന്നടങ്കം മുടക്കുന്നതിന് പിന്നിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുന്നു എന്നതല്ലാതെ മറ്റെന്ത് കാരണമാണ് യുക്തിസഹമായി നോക്കിയാൽ കാണാനാവുക? ADGPയുടെ അന്വേഷണം സാധാരണ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ പോലീസ് കേസെടുക്കാറുണ്ട്, അന്വേഷിക്കാറുണ്ട്. ഇവിടെ അതല്ല വിഷയം. അത്തരത്തിലൊരു ബോട്ട് ദുരന്തം ഉണ്ടായതിനു ശേഷം വീണ്ടും ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചു വരുത്താനും അതിനകത്ത് സംഭവിച്ചിട്ടുള്ള കുറവുകളെ സംബന്ധിച്ച് പരിശോധിക്കുവാനുമുള്ള അധികാരം ജുഡീഷ്യൽ കമ്മീഷനുണ്ട്. ആ ജുഡീഷ്യൽ കമ്മീഷൻ ഇതിനു മുൻപ് നടന്നിട്ടുള്ള ബോട്ട് അപകടങ്ങളിൽ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഫോർട്ട് കൊച്ചി ബോട്ട് ദുരന്തത്തിന് മാത്രം ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ ഇപ്പോഴും അമാന്തം കാണിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഞങ്ങൾ ചോദിക്കട്ടെ, ഇവിടെ 11 പേരുടെ ജീവൻ ബലിയർപ്പിച്ചിട്ട് അവരുടെ നെഞ്ചിൽ ചവിട്ടി നിന്നുകൊണ്ടാണോ സ്മാർട്ട് സിറ്റിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്? കഴിഞ്ഞ 5 ദിവസമായി ഒരു നഗരസഭയുടെ പ്രതിപക്ഷ നേതാവും ഒരു പാർട്ടിയുടെ നേതാവും 5 ദിവസമായി നിരാഹാര സമരം അനുഷ്ഠിക്കുകയാണ്. ഇതുവരെ അത്തരത്തിലുള്ള സമരം അനുഷ്ഠിക്കുന്നതിനെ കുറിച്ച് അന്വേഷിക്കുവാനോ അവരുടെ ആവശ്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാനോ കൊച്ചി നഗരസഭയോ കേരള സർക്കാരോ തയ്യാറായിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിൽ നിരാഹാരം കിടക്കുന്ന മനുഷ്യരുടെ ജീവനിട്ട് പന്താടുക, അതിന്റെ പുറത്തു നിന്നുകൊണ്ട് സ്മാർട്ട് സിറ്റിയെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്ന് പറയുന്നത് സ്മാർട്ട് സിറ്റിയേക്കാൾ ഒട്ടും ചെറുതല്ല ഈ 11 പേരുടെ മനുഷ്യജീവൻ എന്നാണ് പറയുന്നത്. അത് ശരി. അപ്പോൾ ഈ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക എന്നത് ബോട്ട് അപകടങ്ങളുടെ കാര്യത്തിൽ പുതിയതല്ല എന്ന് താങ്കൾ പറയുന്നു. ശരിയാണ്. ഇതിന് മുൻപും ഒട്ടനവധി അന്വേഷണങ്ങൾ വന്നിട്ടുണ്ട്, അതിന്മേൽ റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. അതിന്മേൽ എന്ത് നടപടി സ്വീകരിച്ചു നമുക്കറിയാം. ADGPയുടെ അന്വേഷണ റിപ്പോർട്ടിന്മേൽ സ്വാധീനത്തിന് സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ ജുഡീഷ്യൽ അന്വേഷണവും സർക്കാരിൻ്റെ കയ്യിൽ റിപ്പോർട്ട് കിട്ടിയാൽ സർക്കാരിൻ്റെ കാര്യമാണ് പിന്നെ നടപടി എടുക്കണമോ വേണ്ടയോ എന്നത്. ഇതിന് മുൻപ് ബോട്ട് അപകടങ്ങളുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ അന്വേഷണങ്ങളിന്മേൽ എന്ത് ക്രിയാത്മക ഇടപെടൽ ഉണ്ടായി എന്നും നമുക്കറിയാം. അപ്പോൾ ആവശ്യം എത്രത്തോളം യുക്തിസഹമാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം മേയർക്ക് ഇന്നിവിടെ നിങ്ങൾ തടഞ്ഞു വെച്ചത് കൊണ്ട് എന്തു ഗുണം നിങ്ങൾക്കിപ്പോൾ അടിയന്തരമായി ഇന്നത്തെ ദിവസം വൈകുന്നേരം ഉണ്ടാക്കാൻ കഴിയുമെന്നതാണ് ചോദ്യം. അങ്ങനെ കഴിയുമോ? നിങ്ങൾ തടഞ്ഞു വെച്ചൊരു സമരമുറ കൊണ്ട് സമ്മർദ്ദത്തിലാക്കി മേയറെ കൊണ്ട് ഇന്ന് വൈകുന്നേരത്തിന് മുൻപ് ജുഡീഷ്യൽ അന്വേഷണം എന്ന തീരുമാനം സംസ്ഥാന മന്ത്രിസഭയെ കൊണ്ടെടുപ്പിക്കാൻ കഴിയും എന്ന ഉത്തമ ബോധ്യത്തിൽ നിന്നാണോ ഈ സമരമുണ്ടായത്? ഞങ്ങൾ മാത്രമല്ല തടഞ്ഞു വെച്ചിട്ടുള്ളത്, ഈ കൊച്ചി പട്ടണത്തിനകത്തുള്ള 10,000-കണക്കിന് വരുന്ന ജനങ്ങൾ ഈ 2 മനുഷ്യജീവനിട്ട് പന്താടുന്നത് കണ്ട് ഈ നഗരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ദുരൂഹമായ സാഹചര്യത്തിൽ ഈ ബോട്ട് ഓടിക്കുവാനുള്ള കാരണങ്ങളെന്ന് സംബന്ധിച്ച് പരിശോധിക്കേണ്ടതല്ലേ? നഗരസഭാ ഭരണസമിതിക്കെതിരെ വലിയ തോതിലുള്ള വിമർശനമുണ്ട്. ഇപ്പോൾ ഫോർട്ട് കൊച്ചി ബോട്ട് ദുരന്തത്തിന് കൊച്ചി കോർപ്പറേഷൻ കടുത്ത അനാസ്ഥ കാട്ടിയെന്ന് ന്യൂനപക്ഷ കമ്മീഷൻ കണ്ടെത്തുന്നു. ഇപ്പോൾ പ്രതിപക്ഷം തന്നെ ബോട്ടിന് ക്ലിയറൻസ് നൽകിയതുമായി ബന്ധപ്പെട്ട രേഖകളിൽ ഇതിനകം കൃത്രിമം കാട്ടിയിട്ടുണ്ട്. അന്ന് ബോട്ട് അപകടം ഉണ്ടായ ദിവസമാണ് അതിൻ്റെ അനുമതിയിൽ ഒപ്പുവെക്കുന്നത്. അദ്ദേഹം കരാറുകാരൻ നൽകിയത് വണ്ടിച്ചക്കാണ്. തുടങ്ങിയ ഒട്ടനവധി വിവരങ്ങൾ ജനങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട്. ഒരു ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറഞ്ഞാൽ കൂടുതൽ അധികാരത്തോടെ അന്വേഷണം നടത്താൻ കഴിയുമെന്നതാണ്. പലപ്പോഴും സ്വാധീനങ്ങൾക്ക് വഴങ്ങാതിരിക്കാനും കഴിയും അതിന്. ഇപ്പോൾ നിങ്ങൾ നടത്തുന്ന അന്വേഷണം സ്വാധീനത്തിന് സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം കൊണ്ടുവരുന്നതിന് ഇപ്പോൾ കാണിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട ആത്മാർത്ഥതയുള്ള സമീപനം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാവുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എന്തോ മറച്ചു വെക്കാനുണ്ട്. അതുകൊണ്ടാണ് ഈ സമരം. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ താങ്കളോടാണ് എന്റെ ചോദ്യം. ഈ ജുഡീഷ്യൽ അന്വേഷണം വന്നാൽ മാത്രമേ സ്വാധീനിക്കാനുള്ള സാധ്യതകൾ ഇല്ലാതാവുകയുള്ളൂ. അതുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം തന്നെ വേണം. ഇക്കാര്യത്തിൽ ഉദാസീനമായ ഈ നിലപാട് പോരാ എന്നാണ് ടോണി ചമ്മണി. 1.5 മാസത്തിനുള്ളിൽ ഒരു ADGP നടത്തുന്ന അന്വേഷണ വിവരം പുറത്തു വരും. അതോ 1.5 വർഷവും അതിനപ്പുറത്തായി നീളുന്നൊരു ജുഡീഷ്യൽ അന്വേഷണം CPM ഏതാണ് പ്രിഫർ ചെയ്യുന്നത്? ഇതിനു മുമ്പ് എത്രയോ കേസന്വേഷണങ്ങൾ കേരളത്തിലെ സമർത്ഥരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നടത്തിയിട്ടുണ്ട്. കേരളത്തിലെ ജുഡീഷ്യൽ അന്വേഷണങ്ങളൊരു പശ്ചാത്തലം പരിശോധിച്ചാൽ എത്ര ജുഡീഷ്യൽ കമ്മീഷനുകളുടെ അന്വേഷണ റിപ്പോർട്ട് വെളിച്ചം കണ്ടിട്ടില്ല, ഗവൺമെൻറ് ഒരുപക്ഷെ തള്ളിയിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതെല്ലാം ഒരു രാഷ്ട്രീയ പ്രചരണ തന്ത്രമാണ്. ഞാൻ സൂചിപ്പിച്ചല്ലോ, പ്രതിപക്ഷ നേതാവ്
പ്രതിപക്ഷം അത്തരം ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ ഞങ്ങൾക്കൊന്നും ഒളിച്ചു വെക്കാനില്ല എന്ന് ഒരു സൂചനയ്ക്ക് വേണ്ടിയാണ് ഞങ്ങളും ആ ആവശ്യത്തോടൊപ്പം നിന്നത്. ഗവൺമെൻറ് നടത്തുന്ന അന്വേഷണം ഞങ്ങൾ പൂർണ്ണ തൃപ്തരാണ്. ഗവൺമെൻറ്റാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടതായിട്ടുള്ളത്. പിന്നെ മറ്റ് ബോട്ടുമായി ബന്ധപ്പെട്ട ഫയലുമായി ബന്ധപ്പെട്ടതെല്ലാം കേവലം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അതിനെല്ലാം താങ്കൾ നിരാകരിക്കുകയാണ്. വേഗം ഞാൻ ഈ ചർച്ചയിലേക്ക് വരാം. സഹിൻ ആന്റണി ഇപ്പോൾ അവിടെ നിന്ന് തത്സമയമുണ്ട്. സഹിൻ, അവിടെ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഉപരോധത്തിനിടെ ഒരു ഭരണപക്ഷ കൗൺസിലർ കുഴഞ്ഞു വീണുവെന്ന് മനസ്സിലാക്കുന്നു. നിഷാദ്, ഭരണപക്ഷ കൗൺസിലറായിട്ടുള്ള കർമ്മലി ആന്റണിയാണ് ഇപ്പോൾ കുഴഞ്ഞു വീണിരിക്കുന്നത്. 15ാം ഡിവിഷൻ കൗൺസിലറായിരുന്നു കർമ്മലി ആന്റണി. രാവിലെ മുതൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പനിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വർദ്ധിച്ച ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പല ഘട്ടങ്ങളിലും കൗൺസിലർ കർമ്മലി ആന്റണിയോട് പ്രതിപക്ഷ അംഗങ്ങൾ ഒരുമിച്ച് പൊയ്ക്കോളൂ എന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കർമ്മലി ആന്റണി പോകാൻ തയ്യാറായിരുന്നില്ല. അല്പസമയം മുമ്പാണ് കർമ്മലി ആന്റണി ഈ കൗൺസിൽ ഹാളിനുള്ളിൽ തന്നെ കുഴഞ്ഞു വീഴുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. നിഷാദ്, സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. ഒരു ഭരണപക്ഷ കൗൺസിലറുടെ കുഴഞ്ഞു വീണിരിക്കുന്നു. ഏറെ നേരമായി കൗൺസിലർക്ക് അസ്വാസ്ഥ്യമുണ്ടായിരിക്കുന്നു. അവർക്ക് അത്തരത്തിൽ പ്രശ്നമുണ്ടായത് എന്ന് ശ്രീ മനോജ് ഈ ചർച്ച തുടരുകയാണ്. ശ്രീ മനോജ്, ഇക്കാര്യത്തിൽ ഇത്തരം അനിഷ്ട സംഭവങ്ങൾ പോലും ഈ കൗൺസിലിനകത്തുണ്ടാവുകയാണ്. ഈ സമരത്തിൽ ഇന്ന് എന്ത് തീർപ്പ് പ്രതീക്ഷിച്ചാണ് നിങ്ങൾ ഈ സമരം തുടരുന്നത്? ശ്രീ മനോജ്, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ ഇപ്പോൾ ഈ സമരം ഇത്രയും സമയം പിന്നിട്ടിരിക്കുന്നു. നിങ്ങൾ ഏതായാലും ജുഡീഷ്യൽ അന്വേഷണം എന്ന ആവശ്യം ഉന്നയിച്ചാൽ അക്കാര്യത്തിൽ ഇന്ന് തീർപ്പുണ്ടാകുമെന്ന് സാമാന്യ ബുദ്ധിയ കരുതാൻ വയ്യ. എന്ത് തീർപ്പ് പ്രതീക്ഷിച്ചാണ് നിങ്ങൾ ഈ രാത്രിയിലും ഇപ്പോഴും അവിടെ സമരം തുടരുന്നത്? ഇന്നെന്ത് തീർപ്പുണ്ടാകുമെന്ന് കരുതുന്നു? ശ്രീ മനോജ്, ശ്രീ മനോജ് കേൾക്കാമെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ കാര്യത്തിൽ ഇന്ന് തീർപ്പുണ്ടാകുമെന്നാണോ നിങ്ങളുടെ പ്രതീക്ഷ? അതോ മറ്റെന്തെങ്കിലും സമവായത്തിലൂടെ ഈ സമരം അവസാനിപ്പിക്കാൻ തയ്യാറുണ്ടോ എന്നാണ്? ഞങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചയ്ക്ക് ഞങ്ങൾ എതിരല്ല. പക്ഷേ ചർച്ചയ്ക്ക് വിളിക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളും ഇതുവരെ ബന്ധപ്പെടുകയോ ചർച്ച ചെയ്യുവാനോ തയ്യാറായിട്ടില്ല. എന്തുകൊണ്ടാണ് ജുഡീഷ്യൽ അന്വേഷണം ഒരു കോർപ്പറേഷൻ ശുപാർശ ചെയ്തിട്ടും ഗവൺമെന്റ് പ്രഖ്യാപിക്കാത്തത്? അതിന്റെ പുറകിൽ ദുരൂഹമായ ചില സംഗതികളുണ്ട്. ഈ ഫയലുമായി ബന്ധപ്പെട്ട ദുരൂഹതയുണ്ട് എന്നാണ് ഞങ്ങളുടെ വ്യക്തമായ അഭിപ്രായം. കഴിഞ്ഞ 8 മാസമായി ഈ ബോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരു എഗ്രിമെന്റുമില്ലാതെ, കോർപ്പറേഷന് പണമടയ്ക്കാതെ ഇത്രയും ദുരന്തമായ സാഹചര്യത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബോട്ട്, ആ ബോട്ടുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ വെച്ചിട്ടുള്ള എഗ്രിമെന്റുകളെ സംബന്ധിച്ച് പരിശോധിക്കണം. ഓക്കെ, അത്തരം ആരോപണങ്ങൾ നിങ്ങൾക്കുണ്ട്. ഇക്കാര്യത്തിലൊരു യുക്തി വേണമല്ലോ ശ്രീ മനോജ്. നിങ്ങളൊരു ആവശ്യം ഉന്നയിക്കുന്നു, ഇവിടെ ഇത്തരം അന്വേഷണം പോരാ, അവിടെ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന്. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന പ്രമേയം പാസ്സാക്കാനും സർക്കാരിനോട് ആവശ്യപ്പെടാനും മാത്രമല്ലേ കഴിയൂ അവിടെ ഭരണപക്ഷത്തിന്. അതുവരെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ്. ഇത്രമേൽ നിങ്ങൾക്ക് സമ്മർദ്ദം ചെലുത്താനുണ്ടെങ്കിൽ നിങ്ങൾ സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലാണ് ഈ വക സമരങ്ങൾ നടത്തേണ്ടത്. ശരിയല്ലേ? അത് മേയർക്ക് പ്രത്യക്ഷത്തിൽ ചെയ്യാൻ കഴിയുന്നതെല്ലാം മേയർ ചെയ്തുവല്ലോ. സമ്മർദ്ദം ചെലുത്തുന്നില്ല എന്ന പേരിലുള്ള സമരം എങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ തീർപ്പാക്കാൻ പോകുന്നത്? എന്തുകൊണ്ടാണ് കോർപ്പറേഷന്റെ ഈ മേയർക്ക് സർക്കാരിൽ ബന്ധപ്പെട്ട് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന് തടസ്സമെന്താണ്? ഒരേ കക്ഷിയിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ഭരിക്കുന്നത്. അതിലെന്താ തടസ്സം? അപ്പൊ എന്തോ മറച്ചു വെക്കാനുണ്ട് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. മേയർ ടോണി ചമ്മണി, ഇക്കാര്യത്തിൽ വരാം. അദ്ദേഹം അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ടായതിനെ തുടർന്ന് എണീറ്റ് പോയിരിക്കുകയാണ്. ശ്രീ മനോജ്, ഇക്കാര്യത്തിൽ ഇന്ന് രാത്രി ഇപ്പോൾ തീർപ്പുണ്ടാകുമെന്നാണോ? എൻ്റെ ചോദ്യം അതാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ജുഡീഷ്യൽ അന്വേഷണമാണല്ലോ ആവശ്യം. ഞാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താം എന്ന് മേയർ പറഞ്ഞാൽ നിങ്ങൾ സമരം അവസാനിപ്പിക്കുക. എങ്ങനെയാണ് നിങ്ങൾക്ക് കാര്യത്തിൽ വിശ്വാസം വരിക? അല്ല, സർക്കാരിൽ മേയർ ഫാക്സ് അയച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ സർക്കാരിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, ഈ എറണാകുളത്ത് മന്ത്രിമാരുണ്ടല്ലോ, അവരുൾപ്പെടെ ഞങ്ങളുടെ നേതാക്കളുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഞങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ട് എങ്കിൽ സമരം അവസാനിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതായത് ഈ സമരത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ടവർ നിങ്ങളെ വിളിച്ചിട്ട്
ഈ വിഷയത്തിൽ തീർപ്പുണ്ടാക്കാമെന്ന് പറയും വരെ ഈ സമരം തുടരാനാണ് പരിപാടി. അതെ, ഒരു വിട്ടുവീഴ്ചയ്ക്കും അക്കാര്യത്തിലില്ല. ഇല്ല ഇല്ല. ഈ രേഖകളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് ഈ കൂടുതലായി പറയാനുള്ളത്? കാരണം ഈ രേഖകളിൽ എന്തെങ്കിലും കൃത്രിമമുണ്ടോ എന്ന് പരിശോധിക്കാൻ വെല്ലുവിളിക്കുകയാണ് മേയർ. നിങ്ങൾ പറയുന്നു രേഖകളെല്ലാം കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്ന്. ഏതെങ്കിലും വിശദാംശങ്ങൾ അന്വേഷണത്തിനായി കൊടുക്കുന്നതിന് ഒരു തടസ്സവുമില്ല എന്ന് മേയർ ആവർത്തിക്കുകയും ചെയ്യുന്നു. മരിച്ച ദിവസമാണ് 3 ബോട്ടുകൾ ഓടേണ്ട സ്ഥലത്ത് 2 ബോട്ടുകളാണ് ഓടുന്നത്. ഒരു ബോട്ടാണ് ഓടുന്നത്. അതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല, ഇൻഷുറൻസ് ഇല്ല. അത്തരത്തിലൊരു ബോട്ടിനെ ഓടാനുള്ള അനുവാദം കൊടുത്തിട്ടുള്ളതിന്റെ പുറകിൽ ദുരൂഹതയുണ്ടാണ് ഞങ്ങളുടെ ആക്ഷേപം. മേയർ ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ ആവശ്യം, ജുഡീഷ്യൽ അന്വേഷണമെന്ന ആവശ്യം താങ്കൾ സമ്മർദ്ദം ചെലുത്തുകയും അക്കാര്യത്തിൽ വേഗത്തിൽ തീരുമാനമെടുക്കാമെന്ന ഉറപ്പ് സംസ്ഥാന മന്ത്രിസഭയിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പ്രതിപക്ഷത്തെ അറിയിക്കുകയും ചെയ്താൽ മാത്രമേ ഈ സമരം അവസാനിക്കൂ എന്നാണ്. അത്തരമൊരു തീർപ്പ് ഇന്ന് സാധ്യമാണോ? ഗവൺമെന്റിന്റെ തീരുമാനങ്ങളും ക്യാബിനറ്റിന്റെ തീരുമാനങ്ങളും എല്ലാം അവരാണ് ഓരോ വിഷയത്തിൻ്റെയും ഗൗരവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നത്. ഒരു സമരം നടത്തി ഒരു അനാർക്കി ഉണ്ടാക്കിക്കൊണ്ട് നേടിയെടുക്കേണ്ടതല്ല. അത്തരം കാര്യങ്ങളെല്ലാം ഗവൺമെൻറ് നേരിടും. അതിനാവശ്യമായ ലോ ആൻഡ് ഓർഡർ, റൂൾ ഓഫ് ലോ എല്ലാം നിലനിർത്താൻ ആവശ്യമായ മെഷീനറിയെല്ലാം ഗവൺമെൻറ്റുണ്ട്. ഗവൺമെൻറ്റിന് ഇത് എന്താണ് ഇതിൻ്റെ ആവശ്യം, ഇതിൻ്റെ ഗൗരവം എല്ലാം മനസ്സിലാക്കിയിട്ട് ഗവൺമെൻറ് ഉചിതമായ കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഗവൺമെൻറ്റാണ് പറയേണ്ടതായിട്ടുള്ളത്. ഇവിടെ യഥാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയമായ CPM നടത്തുന്ന സമരമായി മാത്രമാണ് നഗരത്തിലെ ജനങ്ങൾ ഇതിനെ കാണുന്നത്. ഇന്ന് ഏറ്റവും ദൗർഭാഗ്യകരമായ സംഭവം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന പദ്ധതി നഗരത്തിന് കേന്ദ്രത്തിൽ നിന്ന് നേടിയെടുക്കേണ്ട അവസരം തുലച്ചു കളയുന്ന നിലപാടാണ്. മേയർ ഇക്കാര്യത്തിൽ അവർ പറയുന്നത്, അതായത് താങ്കൾ ഇക്കാര്യത്തിൽ പറയുന്നത് ഗവൺമെന്റ് മുൻപിലേക്ക് ഈ ആവശ്യം നഗരസഭ വെച്ചിട്ടുണ്ട്, ഗവൺമെന്റ് അതിന്റെ വിവേചനാധികാരം ഉപയോഗിച്ച് അതിന്റെ മെറിറ്റ് പരിശോധിച്ച് ആ തീരുമാനമെടുക്കട്ടെ, അതിൽ പ്രത്യേകമായി ഇന്നത്തെ ഈ സമരം കണ്ടിട്ട് അധികമായി എന്തെങ്കിലും സമ്മർദ്ദം ചെലുത്താനോ തീരുമാനമുണ്ടാക്കാനോ നിൽക്കുന്നില്ല. ഇല്ല 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 ഞാൻ പറഞ്ഞത് ഗവൺമെന്റിന്റെ തീരുമാനത്തിൽ തന്നെയാണ്. ഗവൺമെന്റിന്റെ വിവേചനാധികാരത്തിൽ ഞങ്ങൾ ഇടപെടില്ല. ഞങ്ങളെ ആവശ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ജുഡീഷ്യൽ അന്വേഷണം എന്നൊരാവശ്യം ഉന്നയിച്ചുകൊണ്ട് അത് യഥാർത്ഥത്തിൽ തെറ്റിദ്ധാരണ ജനങ്ങളുടെ ഇടയിൽ പരത്താൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒന്നും വാസ്തവത്തിൽ ഈ കാര്യത്തിലൊന്നും വിളിക്കും. കാരണം ഇതൊരു അപകടമാണ്. യഥാർത്ഥം എല്ലാവരും വിഷ്വലിലൂടെ കണ്ടതാണ് നഗരസഭയുടെ ബോട്ടിനെ മറ്റൊരു മത്സ്യബന്ധന ബോട്ടാണ് ഇടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഏത് അന്വേഷണത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ജുഡീഷ്യൽ അന്വേഷണം എന്ന പ്രതിപക്ഷത്തിൻ്റെ ആവശ്യത്തോട് ഞങ്ങൾ ചേർന്നത്. പക്ഷേ ഗവൺമെൻറ് നടത്തുന്ന ഏത് അന്വേഷണത്തോടും ഞങ്ങൾക്ക് അതിൽ യോജിപ്പാണുള്ളത്. അതാണ് ശ്രീ മനോജ്, അവസാനമായി താങ്കളിലേക്ക് 2 കാര്യങ്ങളാണ്. ഒന്ന്, ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ അർത്ഥശൂന്യതയെക്കുറിച്ച് മേയർക്ക് നന്നായി അറിയാം. ഇതിനു മുൻപും ഒരുപാട് ജുഡീഷ്യൽ അന്വേഷണങ്ങൾ നടന്നിട്ടും കാര്യമായ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ജുഡീഷ്യൽ അന്വേഷണം എന്ന പുകമറ സൃഷ്ടിച്ച് നിങ്ങൾ കുഴപ്പമുണ്ടാക്കുമോ എന്ന് ഭയന്നാണ് അതിന് സമ്മതിച്ചത്. ഒന്നാമത്. രണ്ടാമത്, നിങ്ങളിപ്പോൾ ഉന്നയിക്കുന്നത് പോലെ സർക്കാരിൻ്റെ മുൻപിലേക്ക് ഇന്ന് രാത്രി ഒരു അമിത സമ്മർദ്ദമുണ്ടാക്കി സർക്കാരിനെ കൊണ്ട് നിങ്ങളുമായി ആശയവിനിമയം നടത്തിച്ച് ഈ സമരം പരിഹരിക്കാനുള്ള പരിപാടി മേയർക്കില്ല. ഈ മേയർ ഇക്കാര്യം സർക്കാരിന് മുൻപിൽ അറിയിച്ചിട്ടുണ്ട്. സർക്കാർ അതിൻ്റെ മെറിറ്റ് പരിശോധിച്ച് വിവേചനാധികാരം ഉപയോഗിച്ച് തീരുമാനമെടുത്തോട്ടെ. അക്കാര്യത്തിൽ ഇനി ഇടപെടാനില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങളുടെ ആവശ്യം പരിഗണിച്ചൊരു തീരുമാനമുണ്ടാക്കുമെന്ന് കരുതി നിങ്ങൾ അവിടെ ഇരുന്ന് സമയം കളയണ്ട എന്നാണ്. എനിക്ക് പറയാനുള്ളത്, മേയർ ഈ നഗരത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് എന്നാണ് പറയാനുള്ളത്. 11 പേരുടെ മരണത്തിനിടയാക്കിയ സാഹചര്യത്തെക്കുറിച്ച് പരിശോധിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ മേയർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ അർത്ഥശൂന്യതയെക്കുറിച്ചാണ്. അങ്ങനെയെങ്കിൽ കോർപ്പറേഷൻ കൗൺസിലിൽ എന്തിനാണ് മേയർ ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചത്? ഇപ്പോൾ പ്രതിപക്ഷത്തെ കളിയാക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ മേയർ പറയുകയാണ് ജുഡീഷ്യൽ അന്വേഷണത്തിന് യാതൊരു കാര്യവുമില്ല, അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ മേയറാണ് ഈ നഗരത്തിലെ ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് മേയറാണ്. പിന്നെ ഞങ്ങൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം സഹന സമരമാണ്. ഞങ്ങൾ ഒരാളെയും, ഇവിടെ വനിതാ കൗൺസിലർമാരുണ്ട്, വനിതാ ജീവനക്കാരുണ്ട്, ഒരാളെയും ഞങ്ങൾ പുറത്തേക്ക് പോകുന്നതിനെ തടഞ്ഞിട്ടില്ല. പക്ഷേ ഈ കൊച്ചി പട്ടണത്തിനകത്ത് ആയിരക്കണക്കിന് വരുന്ന ആളുകൾ അവരുടെ മനസ്സിനകത്തുള്ള വേദനകളെ ആവാഹിച്ചുകൊണ്ട് മേയറുടെ മുമ്പിൽ അവരുടെ ആവശ്യം അവതരിപ്പിക്കുകയാണ്. അതിനകത്ത് മേയർ ഇടപെട്ട് ഈ ജില്ലയിലെ മന്ത്രിമാരെ ഉൾപ്പെടെ വിളിച്ച് ചർച്ച നടത്തി പരിഹരിക്കാൻ മേയർ താല്പര്യം കാണിക്കണം എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. അതാണ്. നന്ദി ശ്രീ മനോജ്. ഒപ്പം മേയർ ടോണി ചെമ്മണി ഈ വിഷയത്തിൽ നിലപാട് പങ്കുവച്ചതിന്. സർക്കാരിനെ കൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കും വരെ മേയറെ ഉപരോധിക്കും എന്ന നിലപാടാണ് പ്രതിപക്ഷം കൊച്ചി നഗരസഭയിൽ സ്വീകരിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ അമിത സമ്മർദ്ദത്തിനില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു മേയർ ടോണി ചെമ്മണി.
ബിഗ് സ്റ്റോറി അവസാനിക്കുകയാണ്.